ഓണം മിസ് ചെയ്ത് വേറെ പല സ്ഥലങ്ങളിലുള്ളവരാണെങ്കിലും കമൻറ്റ്. പ്രധാനമായിട്ടും നമ്മൾ എടുക്കാതെ വെച്ചിരിക്കുന്ന കുറേ പാത്രങ്ങളൊക്കെ കാണുമല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഉപ്പേരി കോരുവാണ്. ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈഷ്ണവി. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ എന്തായാലും ഓണമൊക്കെ ഇങ്ങ് അടുത്തല്ലേ. അതെ, ഇനി ഓണത്തിന് എനിക്കൊന്നൊരു 5-6 ദിവസം കൂടെ ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഓണം എവിടെ വരെ ആയി, ഓണം പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കാണിച്ചൊരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. എല്ലാ വർഷവും എൻ്റെ ചെറുപ്പകാലം തൊട്ടേ നമ്മുടെ വീട്ടിൽ ഓണം എത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ഇതെല്ലാ വർഷവും നോർമലാണ്. എനിക്ക് അറിയില്ല ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന്. ഞങ്ങളുടെ ഒരു ഏരിയ, ഒരു ആലപ്പുഴയിലൊക്കെ ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പലതരത്തിലുള്ള ഉപ്പേരികൾ വറക്കും. ഏത്തയ്ക്ക ഉപ്പേരി, ചീനി ഉപ്പേരി, പക്കാവട, മുറുക്ക്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കും. അതേപോലെ വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് അമ്മ ക്ലീൻ ചെയ്യും, കഴുകി വെക്കും. അതേപോലെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ട് ഓണം അടുപ്പിച്ച്. പ്രധാനമായിട്ടും നമ്മൾ എടുക്കാതെ വെച്ചിരിക്കുന്ന കുറേ പാത്രങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ എടുത്ത് മിഴക്കുന്നതും അതേപോലെ കുറേ ചിപ്സൊക്കെ വീട്ടിൽ ഉണ്ടാക്കും. അങ്ങനെ ഒരു സമയമാണ് ഓണം. എനിക്ക് ഓണം എന്നൊക്കെ പറയുമ്പോൾ പുതിയ ഉടുപ്പ്, അതേപോലെ ഈ ചിപ്സ്, ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ കരുതുന്നത് നമ്മുടെ വീട്ടിൽ ഓണം റിലേറ്റഡായിട്ട് ഓണത്തിന് മുമ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. 2-3 ദിവസം മുമ്പായിട്ട് അമ്മ കുറേ ഉപ്പേരികളും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറേ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അത് കണ്ടിട്ട് വാ. അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നത്, നിങ്ങൾ ഓണത്തിന് എന്താണ് ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് പോലെ ചെയ്യുന്ന കാര്യം എന്താണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എടുത്തു വെച്ച ക്ലിപ്സൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വറക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിനു വേണ്ടി നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണെന്ന് തോന്നുന്നു. അപ്പം ഇത് വറക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അടുപ്പിൽ വെച്ചാണ് ഇത് വറക്കുന്നത്, നല്ല വിറകടുപ്പിൽ. പറഞ്ഞില്ലേ, നമ്മുടെ ഏത്തയ്ക്ക് ഒരു 1/4 ഭാഗം മൂക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഒഴിക്കും. ഉപ്പ് എങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇടുവല്ല, ഉപ്പ് നമ്മൾ ലായനിയാക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ ഉപ്പെടുത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ലായനിയാക്കിയിട്ട് അത് നമ്മുടെ ഉപ്പേരിയിലേക്ക് ഒഴിക്കും. ഇങ്ങനെ ചുറ്റും ഒഴിക്കണം ഉപ്പേരിയിലേക്ക്. അപ്പോൾ ഉപ്പേരിയിലെല്ലാം നല്ല ഉപ്പ് പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും. ലാസ്റ്റ് ട്രിപ്പ് ഏത്തയ്ക്ക ഉപ്പേരിയും വറുത്ത് കോരിയിട്ടുണ്ട്. ആദ്യം വറുത്ത് കോരിയതൊക്കെ നമ്മൾ ഇതുപോലൊരു പാത്രത്തിലിട്ട്, നല്ല കാറ്റൊന്നും കയറാത്ത പാത്രത്തിലിട്ട് അടച്ച് വെക്കണം. അപ്പോഴാണ് തണുത്ത് പോവാതിരിക്കത്തുള്ളൂ. ഇത് ആദ്യം വറുത്ത ഉപ്പേരി, ഇതാണ് ലാസ്റ്റ് സെറ്റ് ഓഫ് ഉപ്പേരി കേട്ടോ. അപ്പം നമ്മുടെ ഏത്തയ്ക്ക ഉപ്പേരി വറക്കൽ ചടങ്ങ് ഇവിടെ അവസാനിച്ചു. ഇനി എന്തെങ്കിലും വറക്കുവാണെങ്കിൽ അടുത്ത വീഡിയോ കാണിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി വെക്കുകയാണെന്ന്. അതിൻ്റെ ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പം വീട്ടിൽ ഫുള്ള് പാത്രങ്ങളാണ്. എൻ്റെ റൂമിൽ പോലും അമ്മ കഴുകിയ പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം അടുക്കി പിറക്കി അതാത് സ്ഥാനത്ത് വെക്കണം. നമ്മൾ അന്ന് ഏത്തയ്ക്ക ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. സോ അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഓണത്തിന് വേണ്ടി അടുത്ത് ചെയ്യുന്നത് പക്കാവടയാണ് കേട്ടോ. പക്കാവടയ്ക്ക് നമ്മൾ നല്ല കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി, ശേഷം കുരുമുളക് പൊടി ഇട്ടു, കായപ്പൊടി ഇട്ടിട്ടുണ്ട്. കായപ്പൊടി ഒന്നും ഒത്തിരി വേണ്ട എന്നാണ് അമ്മ പറയുന്നത്. അതിനുശേഷം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യും. കണ്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നെ കുറേച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ പക്കാവടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ദേ നല്ല പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന്. നല്ല അരിച്ചെടുത്ത കടലമാവ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഉപ്പ് ചേർത്തു ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പിലുള്ള അച്ചാണ് നമ്മുടെ പക്കാവട ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ചൂടായോ നോക്കാൻ വേണ്ടി തന്നെ കുറച്ച് മാവ് ഇങ്ങനെ ഇട്ടു കേട്ടോ.
ചൂടായി. ഓ ചൂടായി. എണ്ണ ചൂടായി. നമുക്കിനി നമ്മുടെ പക്കാവട താണ്ടെ ഇങ്ങനെ ചുറ്റാം. നമ്മള് ഫസ്റ്റ് ട്രിപ്പ് പക്കാവട എത്തിയിട്ടുണ്ട്. ഇനി ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിടും കേട്ടോ. മൂത്തിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിടാം. കണ്ടോ, ചെറിയ തീ ഇട്ടാൽ മതി കേട്ടോ നിങ്ങൾ അടുപ്പിലൊക്കെ വെക്കുന്നവരാണ് എങ്കിൽ. ഇനി ആ സൈഡ് ഒന്ന് മൂക്കട്ടെ. രണ്ട് സൈഡും മൂത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പക്കാവട സെറ്റായി. ഇനി നമുക്കത് വാങ്ങാം. അങ്ങനെ നമ്മുടെ പക്കാവടയൊക്കെ ഓൾമോസ്റ്റ് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ പക്കാവടയൊക്കെ ഓണത്തിന് വറക്കുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അരിമുറുക്കുണ്ടാക്കാൻ പോവാണ്. അരിമുറുക്കിനായിട്ട് നല്ല ഇടിയപ്പത്തിന്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിന്റെ പരുവത്തിനുള്ള അരിപ്പൊടി. പിന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ചത്. ഉഴുന്ന് നല്ലോണം വറുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത്. പിന്നെ എള്ള്, നല്ല ജീരകം, കായപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. എടുത്തേക്കുന്ന ഒരു 3/4 കിലോ അരിപ്പൊടിയാണ്. 3/4 കിലോ അരിപ്പൊടിക്ക് 1 കപ്പ് ഉഴുന്ന് വറുത്ത് പൊടിച്ചതാണ്. അപ്പം ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, സ്പൂൺ ഉപ്പിടുവാണ്. മുളക് പൊടിയൊക്കെ കുറച്ച് അവരവരുടെ എരിവിനൊക്കെ അനുസരിച്ച്. ഒത്തിരി അങ്ങ് ഇത് വേണ്ട, മുളക് പൊടി വേണ്ട. ഒരു ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഉഴുന്ന് പൊടിച്ചത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം കുറച്ച്. ജീരകമൊക്കെ ശകലം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ജീരകം ഇട്ടു. പിന്നെ ഇത് എള്ള്, കറുത്ത എള്ളാണ്. 1 നുള്ള് കായപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നല്ലോണം കുഴച്ചെടുക്കണം. മാവെല്ലാം സെറ്റായി. ഇനി നമ്മുടെ മുറുക്കുണ്ടാക്കുന്ന അച്ചിതാണ്. ഈ ഒരു ഷേപ്പിലുള്ള അച്ചാണ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വർക്ക് വന്ന് ഞാൻ വർക്കിന് പോയി. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഈ എണ്ണയിൽ ചുറ്റിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതെടുക്കാൻ പറ്റിയില്ല. ഇതേ ഒരു സെറ്റ് മുറുക്ക് ഇവിടെ വറുത്ത് കോരിക്കഴിഞ്ഞു. നല്ല അടിപൊളി ക്രിസ്പി മുറുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടോ? അതെ, നമ്മൾ കുറേ ചിപ്സൊക്കെ വറുത്തു, ഏത്തയ്ക്കുപ്പേര് വറുത്തു, പക്കാവട വറുത്തു, മുറുക്കുണ്ടാക്കി, ചീനി ഉപ്പേര് ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തു. അതേപോലെ പാത്രങ്ങളൊക്കെ കണ്ടില്ലേ, റൂമിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. ഇതൊക്കെ കുറേ ദിവസമായിട്ട് ഞാൻ എടുത്തു വെച്ച ക്ലിപ്സാണ്. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാക്കി ഒരു വീഡിയോ ആക്കിയതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ചിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് അളവിൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു. കാരണം എണ്ണയുടെ വില, പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് കൊണ്ട് ഈ എണ്ണയിൽ വറക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാ സാധനങ്ങളും കുറച്ചളവിലാണ് ഉണ്ടാക്കുന്നതൊക്കെ. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഓണത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം. നിങ്ങളുടെ ഓണവിശേഷങ്ങളും, നിങ്ങൾ ഓണത്തിന് ഡ്രസ്സ് എടുത്തോ, നിങ്ങളുടെ ഓണവിശേഷങ്ങളും ഓണ ഓർമ്മകളും ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ അതേപോലെ ഓണം മിസ് ചെയ്ത് വേറെ പല സ്ഥലങ്ങളിലുള്ളവരാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഓണം വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗൈസ്. ബൈ.